കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം സ്വീകരിച്ച നടപടികൾക്ക് പരസ്യ പിന്തുണയുമായി സിപിഐ നേതൃത്വം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഭൂമി കയ്യേറ്റ വിഷയത്തിൽ ഭരണമുന്നണിയിലെ രണ്ട് പ്രധാന കക്ഷികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നുണ്ട്. രതീഷ്, എത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് പരുന്തുംപാറയിൽ നിലനിൽക്കുന്നത്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? പരുന്തുംപാറയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഇടുക്കി ജില്ലാ ഭരണകൂടം സ്വീകരിച്ച നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിട്ടെങ്കിലും ഇപ്പോഴാണ് ഒരു പരസ്യ പ്രതികരണവുമായി CPM ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ പരാമർശത്തിൽ പ്രധാനമായും വകുപ്പ് ഭരിക്കുന്ന CPIക്കെതിരെ പരോക്ഷമായിട്ടുള്ള ഒരു പരാമർശമുണ്ട്. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നേരിട്ടുള്ള വിമർശനവുമായാണ് CPM ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത്. ഇടുക്കി ഈ പീരുമേട്, വാഗമൺ, മഞ്ഞുമല എന്നിവിടങ്ങളിൽ 5 സർവേ നമ്പറുകളിൽ നിലവിലെ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെതിരെയാണ് പ്രധാനമായിട്ടും CPM ജില്ലാ സെക്രട്ടറിയുടെ വിമർശനം ഉയർന്നത്. ഈ പരുന്തുംപാറയിലെ നിലവിൽ ഇപ്പോൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്ന കുരിശ് 20 അടിയോളം ഉയരത്തിലുള്ള ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ നിലവിൽ റവന്യൂ വകുപ്പ് നീക്കം ചെയ്തത്. ഈ കുരിശ് സ്ഥാപിച്ചപ്പോൾ ഈ റവന്യൂ അധികൃതർ എവിടെയായിരുന്നു, റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കുരിശ് സ്ഥാപിച്ചെന്നുള്ള ഒരു ആരോപണമാണ് CPM ജില്ലാ സെക്രട്ടറി നിലവിൽ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ അനധികൃത കയ്യേറ്റങ്ങളെ ഗവൺമെന്റും CPM പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടും CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. CPI നേതൃത്വം അതേസമയം ജില്ലാ ഭരണകൂടത്തിന് പൂർണ്ണ പിന്തുണയുമായാണ് രംഗത്തെത്തിയത്. CPIയുടെ സംസ്ഥാന സമിതി അംഗം KK ശിവരാമൻ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് നേരിട്ട് സന്ദർശനം നടത്തുകയും ഇതുവരെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ച നടപടികൾക്ക് കൃത്യമായ പിന്തുണ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലെ CPM ജില്ലാ നേതൃത്വം നാളെ പരുന്തുംപാറ സന്ദർശിക്കുമെന്നാണ് നിലവിൽ ജില്ലാ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. ഈ ഇവിടെ പട്ടയ ഭൂമികളിലെ വീട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പണികൾ പൂർത്തിയാക്കി വീടിന് താമസം ആരംഭിക്കുന്നതിനുള്ള തടസ്സം പോലത്തെ നിരോധനാജ്ഞ കാരണമാകുമെന്നുള്ള CPM ജില്ലാ സെക്രട്ടറി സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇവിടെ ഡിജിറ്റൽ സർവേ ഉൾപ്പെടെയുള്ള നടപടികൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഭൂമി കയ്യേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട രൂക്ഷമായ സാഹചര്യമാണ് പരുന്തുംപാറയിൽ നിലനിൽക്കുന്നത്. രതീഷ് കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.